മന്ത്രിമാറ്റ വിവാദങ്ങൾക്കിടെ എൻ.സി.പിയിലെ തർക്കങ്ങൾക്കിടെ ഇപ്പോൾ എൻ.സി.പിയുടെ ഏകമന്ത്രി സംസ്ഥാന വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ 24-നൊപ്പം തത്സമയം ചേരുന്നു. ദീപക് ധർമ്മടം ചേരുകയാണ്. ദീപക് ധർമ്മടം, ഈ മന്ത്രിമാറ്റ തർക്കത്തിൽ എ.കെ. ശശീന്ദ്രന്റെ നിലപാട് എന്താണ്? ഗോകുൽ, ഇതിൽ നേരത്തെ തന്നെ മന്ത്രി എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കിയ ഒരു കാര്യം, ദേശീയ നേതൃത്വത്തിന് വിട്ടൊരു വിഷയം, ആ വിഷയത്തിൽ വീണ്ടും വിവാദം എന്തിന് എന്നുള്ളതായിരുന്നു. ഈ ഘട്ടത്തിൽ ഇന്നിപ്പോൾ പി.സി. ചാക്കോ മന്ത്രിമാറ്റം സാധ്യമായില്ലെങ്കിൽ താൻ രാജിവെക്കാൻ പോകുന്നു എന്ന നിലപാട് ദേശീയ നേതൃത്വത്തെ അറിയിച്ചു എന്നതാണ് ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത. ഇത്തരമൊരു ഘട്ടത്തിലാണ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ 24-നൊപ്പം തത്സമയം ചേരുന്നത്. മിനിസ്റ്റർ, എൻ.സി.പിയിലെ മന്ത്രിമാറ്റ വിവാദത്തിൽ അങ്ങയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇതിൻ്റെ പുറകിൽ എന്താണ്, ആരാണ്, എങ്ങനെയാണ്, എന്താണ് വസ്തുത? ഇതിൻ്റെ പുറകിൽ പ്രത്യേകമായി എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർട്ടിയിൽ കുറേ നാളായി ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ആദ്യം മുതലേ തന്നെ 5 വർഷത്തിനിടയിൽ മന്ത്രിയെ മാറ്റുന്ന പ്രശ്നമേ ഇല്ല എന്ന് കേരളീയ സമൂഹത്തോട് ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത് ശ്രീ പി.സി. ചാക്കോ ആയിരുന്നു. അദ്ദേഹത്തിന് ആ നിലപാടിൽ നിന്നും തോമസിനൊരു അവസരം കൊടുക്കണമെന്ന നിലപാടിലേക്ക് അദ്ദേഹം എത്തി. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് ദേശീയ നേതൃത്വം അദ്ദേഹത്തോട് തോമസിന് ഒരു അവസരം നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. ന്യായമായും അത് അങ്ങനെ ഉണ്ടായാൽ ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. പക്ഷെ അത് ചർച്ച ചെയ്യുന്നത് ആദ്യം ആരോടായിരിക്കണം? ഇങ്ങനൊരു ഞാനിങ്ങനെ നിലപാടെടുത്തെങ്കിൽ നമ്മളിങ്ങനെ എടുത്തെങ്കിലും ശരത് പവാർ എന്നോട് തോമസിനൊരു വരി കേൾക്കാൻ ആലോചിക്കണം എന്ന് പറഞ്ഞ് നമുക്കത് ആലോചിക്കുന്നില്ലേ നല്ലത്? പ്രസിഡൻറ്റിൻ്റെ ഒരു നിർദ്ദേശമല്ലേ സ്വീകരിക്കുന്നത്? നല്ല നിലയിൽ പറഞ്ഞ് നല്ല നിലയിൽ തീർക്കേണ്ട ഒരു പ്രശ്നമായിരുന്നു ഇതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷെ അതങ്ങനെയല്ല. അത് മറ്റു തരത്തിലുള്ള അനാവശ്യ ചർച്ചകൾ പുറത്തും അകത്തും ഒക്കെ നടന്നതിൻ്റെ ഫലമായാണ് അതൊരു തർക്കമായി മാറുന്ന ദൗർഭാഗ്യകരമായ സാഹചര്യം ഉണ്ടായത്. ഇത് വന്നപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷനോട് പറഞ്ഞു. ഒന്ന്, ഇത്തരം അഭ്യൂഹങ്ങൾ നാട്ടിൽ പരക്കുന്നതിനിടയിൽ നമ്മൾ 2 പേരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടിരുന്നല്ലോ. കണ്ടിരുന്ന ഘട്ടത്തിൽ അങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ എൻ.സി.പിക്ക് മന്ത്രിസഭയിൽ പ്രതിനിധി ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം നമ്മളെ അറിയിച്ചല്ലോ. ആ കാര്യം പരിശോധിക്കാതെയും പരിഗണിക്കാതെയും നമ്മൾ മുമ്പോട്ട് പോകുന്നത് കൊണ്ട് പ്രയോജനമുണ്ടോ എന്ന വിയോജിപ്പ് ഞാൻ അപ്പോൾ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഞങ്ങളെ 3 പേരെയും ബോംബെയിലേക്ക് വിളിപ്പിച്ചത്. അവിടെ വെച്ച് ശരത് പവാർ എന്നോടും പറഞ്ഞു നമുക്കൊരു അവസരം അദ്ദേഹത്തിന് കൊടുക്കണം. ഞാൻ പറഞ്ഞു, പ്രസിഡന്റ്, അങ്ങനെ നിങ്ങളങ്ങനെ ആഗ്രഹിക്കുന്നത് ഞാൻ റെഡിയാണ്, ഞാൻ എപ്പോൾ വേണമെങ്കിലും രാജിവെക്കുന്നതിന് തയ്യാറാണ് എന്ന് ഞാൻ അവിടെ അറിയിച്ചു. പക്ഷേ ഞാൻ 1-2 ഉപാധികൾ വെച്ചു. എന്താണ് കണ്ടീഷൻ? ഒന്ന്, തോമസ് മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തണം. അതായത് എൻ.സി.പിക്ക് ഒരു മന്ത്രി ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത്തരമൊരു സാഹചര്യം ഉണ്ടാവരുത് എന്നാണ് അങ്ങ് പറഞ്ഞത്. രാജിവെക്കാനുള്ള കണ്ടീഷനായി. അതെ, ഞാൻ രാജിവെക്കാം. പക്ഷേ തോമസ് മന്ത്രിയാകുമെന്നൊരു ഉറപ്പുണ്ടാകണം. അപ്പോൾ എന്താ ഉറപ്പില്ല എന്നങ്ങനെ സംശയിക്കാമെന്ന് കാരണം ഞാൻ പറയാം. അന്നേരം ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞ ഈ കാര്യം ബഹുമാനപ്പെട്ട ദേശീയ അധ്യക്ഷനോട് പറഞ്ഞു. പി.സി. ചാക്കോ ഈ കാര്യം ദേശീയ അധ്യക്ഷനെ അറിയിച്ചില്ലായിരുന്നു, അതായത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, യു ആസ് പി.സി. ചാക്കോ ഞാൻ പറയുന്നത് ശരിയാണോ തരുന്നത്? അപ്പോൾ പി.സി. ചാക്കോ എൻഡോസ് ചെയ്ത് ഞങ്ങളോട് പറഞ്ഞിരുന്നു. 1 അല്ല 2 തവണ പറഞ്ഞിരുന്നു. അപ്പോൾ 1-ലധികം തവണ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ ഞാൻ സംശയിക്കുന്നു. ആ സംശയം കൊണ്ടാണ് ആ ഉറപ്പ് വേണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് 2 കണ്ടീഷൻ. 1, മന്ത്രിയാകുമെന്ന് ഉറപ്പ് വേണം. 2, LDFുമായി അകലുന്ന ഒരു രാഷ്ട്രീയ നിലപാടിനോടും എനിക്ക് യോജിപ്പില്ല. എൻ്റെ ഈ 2 ഒബ്ജക്ഷനും ആ ദിവസം തന്നെ ബഹുമാനപ്പെട്ട ദേശീയ അധ്യക്ഷനെ ഞാൻ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടുകൂടി എൻ്റെ റോള് തീർന്നു. പിന്നീട് വീണ്ടും അപ്പോൾ അന്ന് എന്ത് പറഞ്ഞു? ഈ ഒബ്ജക്ഷൻ പറഞ്ഞപ്പോൾ പ്രസിഡന്റ് ഞങ്ങളോട് നിർദ്ദേശിച്ചു, നിങ്ങൾ 3 പേരും എന്ന് പറഞ്ഞാൽ 2 MLAമാരും പാർട്ടി അധ്യക്ഷനും മുഖ്യമന്ത്രിയെ കണ്ട് കാര്യം നടത്തി പാർട്ടിയുടെ നിലപാട് ഇതാണ് എന്നറിയിക്കണം. കാരണം തോമസിൻ്റെ ഒരു അവസരം കൊടുക്കണമെന്നാണ്. അതിൻ്റെ ഭാഗമായി ശശീന്ദ്രനെ വിഡ്രോ ചെയ്യാന്നുള്ള പാർട്ടിയുടെ താല്പര്യം അവിടെ അറിയിക്കണം. അത് രേഖാമൂലം ഔദ്യോഗികമായി അറിയിക്കണം. ഇതുവരെ നടന്ന അനൗപചാരിക വർത്തമാനമല്ലേ, ഇത് നിങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണ് എന്ന് എന്നെ അറിയിക്കണം. അതിൽ കേന്ദ്ര നേതൃത്വമായി CPM കേന്ദ്ര നേതൃത്വമായി ഇടപെട്ട് സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ
അങ്ങനെ ഇടപെട്ട് സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ നിങ്ങളെ വിവരം അറിയിക്കാം, അതനുസരിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞാണ് അന്ന് പിരിഞ്ഞത്. പിന്നീട് ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ആ ചർച്ചകളെല്ലാം തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. LDF ആണ്. പിന്നെ നമ്മൾ എല്ലാ പാർട്ടികളും അങ്ങനെയാണല്ലോ. കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു മന്ത്രി മാറ്റവും കാര്യങ്ങളൊക്കെ അനുകൂലമായോ പ്രതികൂലമോ ഒക്കെ വരുന്നതിന് ഗുണം ചെയ്യില്ല. പക്ഷെ അന്നും എന്താണ് പറഞ്ഞത്, കേന്ദ്ര നേതൃത്വത്തിന് വിട്ടുകൊടുക്കുക, അത് പക്ഷേ നമുക്ക് ഫൈനലായിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്, വീണ്ടും പിന്നെ ഇവിടെ കമ്മിറ്റി വിളിച്ചു കൂട്ടി. കമ്മിറ്റി വിളിച്ചു കൂട്ടിയതിലൊരു പ്രശ്നം, അത് യഥാർത്ഥത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ മന്ത്രിക്കെതിരെയുള്ളൊരു കുറ്റപത്രം തയ്യാറാക്കുന്ന യോഗമായി മാറിപ്പോയോ എന്ന് പലർക്കും സംശയമുണ്ടാക്കത്തക്ക വിധത്തിലാണ് അത് പറഞ്ഞു പോയത്. അതെന്തോ ആട്ടെ, വിമർശനം. അതായത് ഈ പാർട്ടിക്കകത്ത് താങ്കളോട് അടുപ്പമുള്ള നിരവധി പേർ, അല്ലെങ്കിൽ പാർട്ടിയിൽ നിരവധി വർഷങ്ങളായി പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്നവരെ പുറത്താക്കുന്ന ഒരു നിലപാട്, സസ്പെൻഷനിലേക്ക് പോകുന്ന നിലപാടൊക്കെ PC ചാക്കോ എടുത്തിരുന്നു. അങ്ങനെ വന്നപ്പോൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, അവിടെയും തീരുമാനിച്ചത് ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കാമെന്നാണ്. പക്ഷേ ദേശീയ നേതൃത്വം CPM ദേശീയ നേതൃത്വമായി 17-ാം തീയതിയാണ് സംസാരിക്കുന്നത്. ആ സംസാരിച്ചതിന് ശേഷം പ്രകാശ് കാരാട്ട് ശരത് പവാറിന് കൊടുത്ത മറുപടി എന്താണ് എന്ന് ഇതുവരെ ഞങ്ങൾക്കാർക്കും അറിയില്ല. ആ മറുപടി കിട്ടിക്കഴിഞ്ഞാലും നമ്മളെന്താണ് വേണ്ടത്, ആ മറുപടി അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ദേശീയ അധ്യക്ഷൻ തരുന്ന നിർദ്ദേശം എന്താണെന്ന് കാത്തിരിക്കുന്നതിന് പകരം ഒരു സംഘടനയിലും അതൊരു ചർച്ചാ വിഷയമാക്കേണ്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ വന്നതെന്ന് പറഞ്ഞാൽ, ഇത്തരം നിലപാടുകളിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെ അച്ചടക്കത്തിൻ്റെ ചാട്ടവാറ് കാണിച്ച് ഒതുക്കിയിരിക്കാമെന്ന ഒരു തെറ്റായ പ്രവണത എങ്ങനെയോ കടന്നുകൂടിയിട്ടുണ്ട്. അത് പാർട്ടിയിൽ ഐക്യം ഊട്ടിയുറപ്പിക്കാനല്ല സഹായിക്കുക, അകൽച്ച വർദ്ധിപ്പിക്കാനാണ് സഹായിക്കുക. അത് മുന്നണിക്ക് ദോഷം ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് എത്തും. അത് പാർട്ടി ആത്യന്തികമായും വളരെ വല്ലാത്ത പ്രതികൂട്ടിലാക്കും. ഇതാണ് ഗോകുൽ വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കുന്നത്. പാർട്ടി ദേശീയ നേതൃത്വത്തെ അംഗീകരിക്കാൻ തീരുമാനിച്ചതിന് ശേഷം പിന്നീട് മന്ത്രിക്കെതിരായ ഒരു പടനീക്കത്തിന് PC ചാക്കോ യോഗം വിളിക്കുന്നു. മാത്രവുമല്ല, ഈ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുമ്പോൾ, അതായത് NCPയുടെ മന്ത്രിയെ നിലനിർത്തണം, മന്ത്രി ഉണ്ടാകണം, അത് മന്ത്രി ഉണ്ടെന്നുള്ള ഉറപ്പുണ്ടാക്കണം എന്ന് പറഞ്ഞവരെ പാർട്ടിയിൽ അച്ചടക്കത്തിന്റെ വാളോങ്ങിക്കൊണ്ട് പുറത്താക്കുന്ന, അല്ലെങ്കിൽ അവരെ ഒതുക്കുന്ന ഒരു നിലപാടിലേക്ക് PC ചാക്കോ പോയി എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കുന്നത്. ഗോകുൽ.